ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. ഇത് വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്നല്ല കേട്ടോ. ഇത് വേറൊരു നമ്മളെ വീട്ടിനടുത്തുള്ള നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും ബിരിയാണി വെക്കുന്നുണ്ടായി. അന്ന് ഞാൻ അവിടെ പോയിട്ടുണ്ടായി. അപ്പോൾ ഒരെടുത്ത വീഡിയോ ആണ് കേട്ടോ. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വയനാടാണ്. പിന്നെ വയനാട്ടിലുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ വേറെന്താ പറയാനുള്ള വെച്ചാൽ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് ഒരു പരിപാടി ഉണ്ടായി. അങ്ങനെ അതിനു വേണ്ടി അവിടെ വെച്ച് പിന്നെ ഒരു 3 കിലോ ചിക്കൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ അവരിങ്ങനെ വെക്കുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പലരും പല തരത്തിലുള്ള വീഡിയോ ആണല്ലോ. ചിക്കൻ ബിരിയാണി എന്ന ഒരു പേരുണ്ടാവും, പക്ഷേ അതിൽ പല മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ. പല തരത്തിലും മാറ്റങ്ങൾ കാണലുണ്ട്. ഞാൻ എന്താ പറയുക, എൻ്റെ ചാനലിൽ കുറേ കുക്കിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ സപ്പോർട്ടാക്കണേ. കാരണം ഓരോരുത്തരുടെ സപ്പോർട്ടും ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ വന്നിട്ട് തക്കാളി, ഉള്ളിയും പച്ചമുളകും അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കുറച്ച് അധികം ഉണ്ട് കേട്ടോ. നല്ല തക്കാളി അല്ലേ, കളറ് നോക്ക്. പക്ഷെ നമുക്കറിയില്ലല്ലോ എന്തുമാത്രം വിഷം അടിച്ചിട്ട് ഇതൊക്കെ വരുന്നതെന്ന്. പിന്നെ ഉള്ളിയും കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഇങ്ങനെ മുറിച്ചിടുന്ന വേറൊരാളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പിന്നെ വീഡിയോസിൽ ഒരു അൽക്കുലത്ത് മന്തീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ആൾ തന്നെയാണ് ഈ ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ നമ്മൾ വേറൊരു ആവശ്യത്തിന് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ബിരിയാണി വെക്കുന്ന അത്രയും കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അത്ര വേഗം അങ്ങനെ അരിഞ്ഞിടുന്നത് എന്നെ കൊണ്ടാവില്ല. അങ്ങനെ ഞാൻ തക്കാളി വരെ ബോർഡിൽ വെച്ചാണ് അരിയുന്നത്. അങ്ങനെ അവരെന്താക്കി, പിന്നെ തക്കാളി ഉള്ളിയൊക്കെ മുറിച്ചിട്ട് അങ്ങനെ വന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് മിക്സിൻ്റെ ബ്ലേഡ് പൊട്ടിപ്പോയി. പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. പിന്നെ ഉള്ളി ഇത് മറ്റേ കച്ചമ്പറിനുള്ള ഉള്ളിയാണ് കേട്ടോ. അങ്ങനെ തൈരൊക്കെ സലാഡ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച ചിക്കൻ ഞാൻ പിന്നെ അവിടെ അങ്ങനെ നിന്ന് തിരിച്ച് മറിച്ച് വിടുന്നുണ്ടായി. അങ്ങനെ പിന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കളർ ചേർത്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. കളറ് ചേർത്തിട്ടില്ലെന്ന് തോന്നുന്നു. അത് കാരണം വലിയ കളറൊന്നുമില്ല. പിന്നെ എന്തിനാ കളറ്, കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ. പിന്നെ എന്തിനാ കുറേ അധികം നമ്മൾ കളറ് വാരിയിട്ടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതാ വാടുന്നുണ്ട്. ആവി കാരണം ആവി ഇങ്ങനെ ഫോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വഴിക്ക് നമ്മളെ തൈരിനുള്ള പിന്നെ ഉള്ളി, ക്യാരറ്റ്, കറിവേപ്പില ഇതൊക്കെ കൂടി നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ചോറിനുള്ള ക്യാരറ്റ്, ഉള്ളി അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് പിന്നെ എന്താ പറയുക, ഞാൻ വേറെ എന്തോ പറയാൻ വിചാരിച്ചു. ചാനലിൽ വീഡിയോസ് ഇടുന്നത് ഞാനെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഓരോ ടൈം ചില ആൾ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ഉച്ചക്ക് മാത്രമേ ലോങ് വീഡിയോ പോസ്റ്റ് ആക്കുള്ളൂ. ചില ആൾ അതിനൊരു സമയം വെക്കും, ആ സമയത്ത് മാത്രമേ ലോങ് വീഡിയോ പോസ്റ്റ് ആക്കുള്ളൂ. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ വന്നിട്ട് ഷോർട്ട് വീഡിയോ ഓരോ മണിക്കൂർ 1.5 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ ഇട്ടുകൊണ്ടേ ഇരിക്കും. പിന്നെ അതിന് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടലില്ല. ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കും. പിന്നെ ലോങ് വീഡിയോ ഡെയിലി ആയിരുന്നു ആദ്യം പോസ്റ്റ് ആക്കൽ. ഇപ്പം അങ്ങനെ ഡെയിലി ഇല്ല, ഒന്നരാടെ വെച്ചിട്ട് ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യും. അതായത് ഉച്ച സമയത്തായിരിക്കും. ഞാൻ ടൈമും അങ്ങനെയൊന്നും വെക്കുന്നില്ല, ഉച്ച സമയത്തായിരിക്കും ഞാൻ പോസ്റ്റ് ആക്കുന്നത് കേട്ടോ ലോങ് വീഡിയോ. പിന്നെ വന്നിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടു കേട്ടോ. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ പൊടികൾ പിന്നെ കുറച്ച് മല്ലി, കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക്, ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും സാധനം. അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം 3 കിലോ ചിക്കനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ അളവ് ഞാൻ ഒന്നിനും പറയലില്ല കേട്ടോ. ഒരിക്കലും എൻ്റെ അടുത്ത് 2 ആൾ ചോദിച്ചിട്ടുണ്ടായി അതെന്താ അളവൊന്നും ഇടാത്തതെന്ന്. അങ്ങനെ ഞാനൊരു അളവ് പാത്രത്തിൽ ഇങ്ങനെ ഇത്ര കാൽ പിന്നെ ഇതിൻ്റെ സ്പൂണ് അല്ലെങ്കിൽ അരൻ്റെ സ്പൂണ് അങ്ങനെയൊന്നും വെച്ച് ഞാൻ ഇടലില്ല. ഇത് വന്നിട്ട് പിന്നെ അത് മസാലയിലേക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് ഉള്ളി വാടി വെച്ചാൽ നമ്മൾ കുക്കറിൽ ആദ്യം 2 വിസിലടിച്ചിന് കേട്ടോ. കാരണം സമയം ഉണ്ടായില്ലേനും, 12 മണിയൊക്കെ ആയിട്ടുണ്ടായി. 1 മണി 1:30 ആകുമ്പോഴത്തേക്ക് ചോറ് കൊടുക്കണ്ടേ. അപ്പോൾ വന്നിട്ട് പിന്നെ ഇങ്ങനെ കുക്കറിൽ ആദ്യം അടിച്ചു. ഇത് നന്നായിട്ട് കുറച്ച് അടിച്ചതിന് ശേഷം വീണ്ടും വട്ടയിലേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ ചൂടാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി മസാലയുടെ എന്തൊരു സ്മെല്ല്, അതോ നല്ല വിശക്കുന്നുണ്ടായി കേട്ടോ. അങ്ങനെ നല്ല സ്മെല്ലില്ലേ, നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ട് ഉള്ളിയും ക്യാരറ്റും
കൂടി വാടാൻ വെച്ചു. ഇതെന്തിനാ വെച്ചാൽ ചോറിനാണ്. ചോറ് മാത്രം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സ്പൈസസ് എല്ലാം ഇട്ട് കേട്ടോ. എല്ലാം വെള്ളത്തിലേക്കാണ് ഇട്ടത്. ചില ആൾ ഞാൻ എണ്ണയിൽ ഇട്ടിട്ട് ഉള്ളി ഇടുള്ളൂ, പക്ഷേ ഇവർ വെള്ളത്തിലിട്ടാണ് കാണുന്നത്. പിന്നെ ഉള്ളി ഇതൊക്കെ നമുക്ക് ദമ്മിടാൻ വേണ്ടി ഒന്ന് സെറ്റാക്കി വെച്ചത് കേട്ടോ. ഇത് ഫസ്റ്റ് തന്നെ കോരി വെച്ചു. അങ്ങനെ ചോറൊക്കെ ആയി മക്കളെ. അടിപൊളി ചോറായിരുന്നു, എന്താ പറയണ്ടേ. കാണാൻ നല്ല രസമില്ലേ. ഇത് കാണാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. അങ്ങനെ ഗരം മസാല എല്ലാ സാധനങ്ങളും ഗരം മസാല നമ്മൾ എന്താക്കി വീണ്ടും ചോറിൻ്റെ മേലെ കൂടെ ദമ്മിടുന്ന സമയത്ത് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. ദമ്മിടുന്ന സമയത്ത് വീണ്ടും ഗരം മസാല ഇട്ട് കൊടുത്തു കുറച്ച്, കാരണം ചോറ് നമ്മൾ ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ലല്ലോ. പിന്നെ വന്നിട്ട് ചിക്കന് ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട് ഒരു ഭാഗം ഫുള്ള് ചോറിട്ട് കൊടുത്തു. ചോറ് കുറേ ഉണ്ടായി, അപ്പോൾ ഒരു ഭാഗം ഫുള്ള് ചോറിട്ട് കൊടുത്തു. പിന്നെ എന്താ പറയുക, അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു. ഭയങ്കര വിശപ്പും കൂടെയാണ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു തിന്നാൻ വേണ്ടിയിട്ട്. അത്രയും രസമുണ്ടായി. ഇത് സലാഡാണ് കേട്ടോ. അങ്ങനെ സൂപ്പർ ബിരിയാണി കഴിച്ച്.